إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അല്ലാഹു അത്തരത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം എല്ലാവരും ഉണർന്നത് സവിശേഷമായ ഒരു വാർത്ത ശ്രദ്ധിച്ചുകൊണ്ടാണ്. കേരള സമൂഹത്തിൻ്റെ മനസ്സിനെ പിടിച്ചുകുലുക്കിയ വലിയ ഒരു കൊലപാതകം, സൗമ്യ വധക്കേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രെയിനിൽ സഞ്ചരിച്ചു വന്ന ഒരു സഹോദരിയെ അതിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് എടുത്തു ചാടുകയും ചെയ്ത ആ ചാട്ടത്തിൽ കൈകാലുകൾ ഒടിഞ്ഞുകിടക്കുന്ന ആ സഹോദരിയെ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാക്കി നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ ഗോവിന്ദച്ചാമി എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യൻ ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ശേഷം അത് ജീവപര്യന്തമായി കുറച്ചു കൊടുക്കുകയും അങ്ങനെ ജയിലിൽ കഴിയുകയും ചെയ്ത ആ കൊടും ക്രിമിനൽ ജയിൽ ചാടിയ വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം നമ്മൾ കഴിച്ചുകൂട്ടിയത്. ആ വാർത്ത പ്രക്ഷേപണം ചെയ്യുമ്പോൾ അതിന്റെ ചുവട്ടിൽ വന്ന കമന്റുകൾ ഞാനൊന്ന് പരിശോധിക്കുകയുണ്ടായി. പച്ചമലയാളത്തിൽ കേരളത്തിലെ നിരവധി മനുഷ്യർ അതിന്റെ ചുവട്ടിൽ കമന്റ് ചെയ്തത് ഇത്തരം ക്രിമിനലുകളെ കൊന്നുകളയണം എന്നാണ്. വേറെ ചില ആളുകൾ പറഞ്ഞത് പൊതുജനങ്ങൾ എല്ലാവരും കൂടി ഒരു കോടതിക്കും വിട്ടുകൊടുക്കാതെ ഇത്തരം ക്രിമിനലുകളെ വധിച്ചു കളയണം എന്ന കമന്റുകളുടെ ഒരു വലിയ ശൃംഖലയായിരുന്നു അതിന്റെ ചുവട്ടിൽ, ആ വാർത്തയുടെ ചുവട്ടിൽ നിന്ന് കണ്ടത്. ആ കമന്റുകൾ വായിച്ചപ്പോൾ അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം ഒരു ആഴ്ച മുമ്പ്
ഇതേ മനുഷ്യർ തന്നെ സംസാരിച്ച ചില വിഷയങ്ങളുണ്ട്. ആ വിഷയം കേരളത്തിൽ നടന്ന കൊലപാതകത്തെക്കാൾ വലിയ ക്രൂരമായൊരു കൊലപാതകം അങ്ങ് യമനിൽ ഒരു സഹോദരി, മലയാളിയായൊരു യുവതി നടത്തുകയുണ്ടായി. ജോലിയാവശ്യാർത്ഥം യമനിലെത്തിയ ആ സഹോദരി അവർ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയ തലാൽ എന്ന് പറയുന്ന യമൻ യുവാവുമായി പ്രണയം അഭിനയിക്കുകയും അവസാനം താൻ തന്റെ പ്രാണനെ അല്ലെങ്കിൽ തന്റെ പ്രേമഭാജനത്തെ സ്വീകരിക്കുവാൻ വരിക്കുവാൻ മതം മാറിയതായി അഭിനയിക്കുകയും യമനിൽ തന്റെ കച്ചവടവും തന്റെ ബിസിനസ്സും വളർത്തിയെടുക്കുവാൻ വേണ്ടി ഗൂഢോദ്ദേശ്യത്തോടുകൂടി വിവാഹിതയായിരുന്ന ആ പെണ്ണ് തലാലിനോടൊപ്പം ജീവിതം ആരംഭിക്കുകയും അതിന് കുറച്ചു നാളുകൾക്ക് ശേഷം തന്റെ ഉദ്ദേശ്യങ്ങൾ, ബിസിനസ്സുകൾ തരപ്പെട്ടതിനു ശേഷം തലാലിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ നടത്തുകയും അവസാനം അതിന് അദ്ദേഹം വിസമ്മതിച്ച ഘട്ടത്തിൽ ക്ലിനിക്കിൽ വൈദ്യരംഗത്ത് പ്രാവീണ്യമുണ്ടായിരുന്ന ആ പെണ്ണ് തലാലിനെ അനസ്തേഷ്യ കൊടുത്ത് ക്രൂരമായി 110 കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് ചാക്കിൽ കെട്ടി ആ മയ്യത്ത് കൊണ്ടുവന്ന് അവിടെ ജനങ്ങൾ കുടിക്കുന്ന വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് മലിനമായ വെള്ളം ദിവസങ്ങളോളം ആ ഫ്ലാറ്റിലെ മനുഷ്യർ കുടിച്ച് അവസാനം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താനൊരു അഭയാർത്ഥിയായി അഭിനയിച്ച് UN അഭയാർത്ഥി ക്യാമ്പിൽ അഭയം തേടി അവസാനം അവിടുത്തെ കണ്ണു പരിശോധനയിൽ ഇത് ആ കൊടും ക്രിമിനലായ നിമിഷയാണ് എന്ന് തിരിച്ചറിഞ്ഞ് യമൻ കോടതിയിൽ കൊണ്ടുവരികയും വർഷങ്ങളോളം നീണ്ട വിചാരണയ്ക്കു ശേഷം വധശിക്ഷ വിധിക്കുകയും ചെയ്തു. ക്രൂരമായി കൊലപാതകം ചെയ്ത ആ യുവതിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടണം എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ മീഡിയകൾ അക്കാലഘട്ടത്തിൽ കുറെ കമന്റുകൾ എഴുതുകയുണ്ടായി. എന്തായിരുന്നു ആ കമന്റിൽ ഉണ്ടായിരുന്നത്? പ്രാകൃതരായ കുറെ മനുഷ്യർ, കാലമിത്ര പുരോഗമിച്ചിട്ടും പ്രാകൃതമായ വധശിക്ഷകൾ വിധിക്കുന്ന നാട്, ഈ രൂപത്തിൽ വലിയൊരു നാടിനെയും അവിടുത്തെ ശിക്ഷാവിധികളെയും കുറ്റപ്പെടുത്തിയിരുന്ന മനുഷ്യർ തന്നെയാണ് ഇന്ന് ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന് കണ്ടപ്പോ ഇത്തരം ക്രിമിനലുകളെ കൊല്ലാനുള്ള വകുപ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നത്. ഇതാണ് മോബോക്രസി, അവിടെ രൂപപ്പെടുന്ന സൈക്കോളജി, ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ചിന്തകൾ, അഥവാ നമ്മുടേതാകുമ്പോൾ ഒന്നും, വേറുള്ളതാകുമ്പോൾ മറ്റൊന്നും, മറ്റൊരു രാജ്യത്താകുമ്പോൾ വേറൊന്നും, പ്രത്യേകിച്ചത് ഇസ്ലാമികമാകുമ്പോൾ അത് പ്രാകൃതമായി, അത് മോശമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരുതരം രോഗം നമ്മുടെ സമൂഹത്തിനിടയിൽ വ്യാപകമായി വളർന്നു വലുതായി. പ്രത്യേകിച്ച് മീഡിയകൾ. യമനിൽ ഒരു ശിക്ഷാവിധി നടപ്പാക്കുമ്പോൾ ആ രാജ്യം ട്രൈബുകളുടെ രാജ്യമാണ്, ഗോത്രവർഗമാണ്, പുരോഗമിച്ചിട്ടില്ലാത്ത നാടാണ്, ഇന്നും 6-ാം നൂറ്റാണ്ടിൽ ആണ് കഴിയുന്നത് എന്ന് പറയുകയും ആക്ഷേപിക്കുകയും ആ നാടിനെയും ആ നാട്ടുകാരെയും അവിടുത്തെ ശിക്ഷാവിധികളെയും നിയമങ്ങളെയും മുഴുവനും ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ചെറുതാക്കി കാണിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം, അതിനുവേണ്ടി മീഡിയകൾ മത്സരിക്കുകയായിരുന്നു. ഈ മത്സരത്തിൽ അവരുടെ പ്രചണ്ഡമായ പ്രചാരവേലകളിൽ അകപ്പെട്ടു പോകുന്നു മുസ്ലിം ഉമ്മത്ത്. അവരുടെ നിലപാടുകൾ സ്വീകരിക്കുന്നത്, ഇന്നത്തെ ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചാൽ, അവർ ദീൻ ഉൾക്കൊള്ളുന്നതും അവർ സാമൂഹികമായ താളങ്ങളെ ഉൾക്കൊള്ളുന്നതും അവരുടെ ചിന്തകളെ ഉൾക്കൊള്ളുന്നതും ഇത്തരം മീഡിയകളുടെ പ്രചാരവേലകളിൽ പെട്ടുകൊണ്ടാണ്. ഭൂരിപക്ഷം എന്തു പറയുന്നു, ആളുകൾ എന്തു പറയുന്നു എന്ന് ചിന്തിച്ചിട്ടാണ്. ആളുകൾക്ക് ഒപ്പിച്ചു പറയാണ്. മുസ്ലിം നാമധാരികൾ പോലും, സാധാരണക്കാരൻ പോകട്ടെ, വലിയ വലിയ ഉലമാക്കന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ പോലും ഇത്തരം പ്രചാരണ വേലയിൽ ഉൾപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് അവരുടെ സംസാരമോ അള്ളാഹുവിന്റെ ഖുർആനെതിരായി മാറുകയാണ്, ഹദീസുകൾക്കെതിരായി മാറുകയാണ്, ദീനിന്റെ താല്പര്യങ്ങൾക്കെതിരായി മാറുകയാണ്. യമൻ എന്ന് പറയുന്ന ഒരു രാജ്യം, നമുക്കറിയാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നാടാണത്. അതിനർത്ഥം ഇവിടെയുള്ള ആളുകളൊക്കെ യമനിലേക്ക് ചേക്കേറുക എന്നല്ല, നേരെ മറിച്ച്
ആ നാട്ടിൽ ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. പരമ്പരാഗതമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരെടുത്തു പറഞ്ഞ, ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഗോത്രങ്ങളായി അവിടെ ജീവിച്ചു വരുന്ന കുറെ മനുഷ്യരുണ്ട്. നമ്മൾ ഇവിടുന്ന് അവിടെ ചെന്ന് ചേർന്നാൽ ആ ഗോത്രങ്ങളിൽ ഉൾപ്പെടില്ല. നമ്മൾ ഒരു വിസിറ്റേഴ്സ് മാത്രമാണ്, അവിടെ സിയാറ ചെയ്യുന്ന, സന്ദർശിക്കുന്ന ആളുകൾ മാത്രമാണ്. എന്നാൽ ആ നാടിന് ചില പ്രത്യേകതകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് സബ എന്നാണ്. സബ എന്നൊരു അധ്യായം. ആ സബഇന്റെ മൂലതലങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ണാണ് യമൻ എന്ന് പറയുന്ന മണ്ണ്. കഹ്താനികൾ, അറബികളുടെ പാരമ്പര്യം, അല്ലെങ്കിൽ അറബികൾ എന്ന് പറയുന്ന സമൂഹം രൂപപ്പെടുന്നത് കഹ്താനികളിൽ നിന്നാണ്. അറബികൾ എന്ന് പറയുന്ന സമൂഹം, അറബികൾ രൂപപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ അറബിയത്തിന്റെ കണ്ണിയിൽപ്പെട്ടതാണ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക പാരമ്പര്യത്തിന്റെ വേരുകൾ ചെന്നുകിടക്കുന്ന പ്രദേശമാണ് യമൻ. മാത്രമല്ല ഇസ്ലാമിക സമൂഹത്തിന് ആരെല്ലാം ദീൻ വിട്ടുപോയാലും ഇസ്ലാം വിട്ടുപോയാലും ഇസ്ലാമിക സമൂഹത്തെ സഹായിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയ ഒരു സംഘം ജീവിക്കുന്ന ഇടമാണ് യമൻ. വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന നേരം, വിട പറയുന്ന ആ സമയം, അതിന് തൊട്ടു മുമ്പ് ഏതാണ്ട് 80 ചില്ലാനം ദിവസങ്ങൾക്ക് മുമ്പ് അവതരിച്ച വിശുദ്ധ ഖുർആൻ ഒരു അധ്യായമുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ അധ്യായം നഅ്യുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് അറിയിച്ചുകൊണ്ട് അവതരിച്ച അധ്യായമാണെന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം അറിയിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അധ്യായം 2ാം ക്ലാസ് മുതൽ നമ്മളെല്ലാവരും ഓതി പഠിക്കുന്നു. എന്താണ് ആ അധ്യായത്തിൽ എന്ന് പറഞ്ഞത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇതിലെ ആദ്യത്തെ 2 വചനങ്ങൾ എന്താത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ വിജയവും അല്ലാഹുവിന്റെ സഹായവും വന്നെത്തിയാൽ, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകുന്നത് കാണുകയും ചെയ്താൽ. അവിടെ അല്ലാഹു പ്രയോഗിച്ചത് വറഅയ്തൻ നാസ്, ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ, അന്നാസിനെ നിങ്ങൾ കണ്ടാൽ. ആരാണ് ഈ അന്നാസ്? ആരാണ് ഈ ജനങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ പറഞ്ഞ വാക്കല്ലത്, നേരെ മറിച്ച് ഒരു സമൂഹത്തെ ചൂണ്ടി പറഞ്ഞ വാചകാത്. ആ ആയത്ത് അവതരിക്കുമ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിയോടൊപ്പമുണ്ട്. ഈ സൂക്തം അവതരിക്കുന്ന വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തക്ബീർ ചൊല്ലുകയാണ് പ്രവാചകൻ. എന്നിട്ട് പറയാണ്, ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായം വന്നുപോയി, അല്ലാഹുവിന്റെ വിജയം വന്നുപോയി. ജാഅ അഹ്ലുൽ യമൻ, യമൻകാരും വന്നുപോയി, യമനിലെ മനുഷ്യരും വന്നുപോയി. വറഅയ്തൻ നാസ, ജനങ്ങൾ വന്നു എന്നാണ്. എങ്ങനെ വന്നു? ജനങ്ങൾ വരികയും ചെയ്തു. എങ്ങനെ വന്നു? ഫീ ദീനില്ലാഹി അഫ്വാജാ, അല്ലാഹുവിന്റെ ദീനിൽ കൂട്ടം കൂട്ടമായി ഇദാ അന്നാസ് വരുന്നു. ആരാണ് അന്നാസ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്? അഹ്ലുൽ യമൻ, യമൻകാരാണ്. കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, യമൻകാരാണ് കൂട്ടം കൂട്ടമായി വരുന്നത്. ഇത് കേട്ടപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമാ അഹ്ലുൽ യമൻ, നബിയെ എന്താണ് ഈ യമൻകാർ എന്ന് പറഞ്ഞാൽ, അഹ്ലുൽ യമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി പറഞ്ഞു, ഖൗമുൻ റഖീഖത്തുൻ ഖുലൂബുഹും ലയ്യിനത്തുൻ തിബാഉഹും. പ്രവാചകൻ പറയാണ്, അവരുടെ ഹൃദയം ലോല ഹൃദയമാണ്, റഖീഖായ ഹൃദയമാണ്. മാത്രമല്ല ലയ്യിനത്തുൻ തിബാഉഹും, അവരുടെ പ്രകൃതി സൗമ്യമായ പ്രകൃതിയാണ്. ലോല ഹൃദയത്തിന്റെ ഉടമകളായ, സൗമ്യ പ്രകൃതിയുടെ ഉടമകളായ യമൻകാരിതാ കൂട്ടം കൂട്ടമായി വരുന്നു. ഖുർആനാണ് അഡ്രസ് ചെയ്യുന്നത് ഒരു ജനതയെ, ഒരു സമൂഹത്തെ. ആ മനുഷ്യരെയാണ് പ്രാകൃതരായും കൊള്ളരുതാത്തവരായും ട്രൈബുകളിൽ പഴഞ്ചൻ സിദ്ധാന്തം സ്വീകരിച്ച് ജീവിക്കുന്നവരായും മീഡിയകളുടെ ഈ പ്രചരണത്തിൽപ്പെട്ടിട്ട് നമ്മളിങ്ങനെ കമന്റ് അടിച്ചു വിടുന്നത്. അള്ളാഹ് പ്രശംസിച്ച ഒരു ജനത എന്ന് മാത്രമല്ല, റസൂല് പറഞ്ഞു, അൽ ഈമാനു യമാൻ, ഈമാൻ യമാനിൻ്റെതാണ്, വിശ്വാസം യമാനിൻ്റെതാണ്. വൽ ഫിഖ്ഹു യമാൻ, ഫിഖ്ഹ് ഫഖീഹ്, ദീനിലുള്ള അവഗാഹം അത് യമാനിൻ്റെതാണ്. വൽ ഹിക്മത്തു യമാനിയ, അതേ വിജ്ഞാനം യമനിൻ്റെതാണ്. വളരെ വിശദമായി പണ്ഡിത ലോകം പിൽക്കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത ഹദീസുകളാണ്. ഈമാൻ യമനിൻ്റെതാണ്,
ഫിഖ് യമനിൻ്റെതാണ്, ഹിക്മത്ത് യമനിൻ്റെതാണ്. ഒരു നാട് ആ നാടിന്റെ അടിവേരുകളെ സംബന്ധിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെ ദീനുമായി ആ നാടിനും അവിടെയുള്ള ജനവിഭാഗങ്ങൾക്കുമുള്ള പാരമ്പര്യവും ദീൻ അവർ എങ്ങനെയാണ് സഹായിച്ചതെന്നും അറിയാതെ ഈ മാസ് മീഡിയകളുടെ ഈ മാസ് അവരുടെ പ്രചരണം, ആ പ്രചരണത്തിൽ അകപ്പെട്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് പോലും ഒരു വലിയ ജനതയെ തെറ്റായി ധരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാണ്. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. സൂറത്ത് മാഇദയിൽ അള്ളാഹു നൽകുന്ന ഒരു താക്കീതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച മനുഷ്യർ അവരെ വിളിച്ചുകൊണ്ട് അതുവഴി ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള അറിയിപ്പായി ഖുർആൻ പറയുന്ന ഒരു വാചകമുണ്ട്. എനിക്കും നിങ്ങൾക്കും അത് ബാധകമാണ്. എന്താണല്ലോ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫദ്ലുല്ലാഹി യുഅതീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാൻ ഉൾക്കൊണ്ട വിശ്വാസികളെ, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ വിട്ട് പുറത്തേക്ക് പോയാൽ, അതിനുണ്ടല്ലോ നമ്മൾ വിചാരിക്കും നമ്മൾ ആ ദീനിന്റെ സേവകര്, നമ്മളില്ലെങ്കിൽ ഇപ്പോ ഒരു ചുക്കും ഇവിടെ നടക്കൂല. അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ? നമ്മളില്ലെങ്കിൽ ദീനൊന്നും നടക്കൂല നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലാഹ് പറയാണ് അങ്ങനെ ആരും ചിന്തിക്കണ്ട. വിശ്വാസികൾ എന്ന് പറയുന്ന നിങ്ങൾ ദീൻ വിട്ട് മുർത്തദ്ദുകളായി പുറത്തേക്ക് പോയാൽ ഒരു ചുക്കും ഇവിടെ സംഭവിക്കാനില്ല. അല്ലാഹു മറ്റൊരു ജനതയെ നിങ്ങൾക്ക് പകരം ഇവിടെ കൊണ്ടുവരും, നിങ്ങൾക്ക് പകരം മറ്റൊരു ജനതയെ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു അവരുടെ സിഫത്തുകൾ, അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞു. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവർ അല്ലാഹുവിനെ നന്നായി ഇഷ്ടപ്പെടും, അല്ലാഹുവിനെ അവർക്ക് ഇഷ്ടമാണ്. യുഹിബ്ബുഹും, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെടും. വയുഹിബ്ബൂനഹു, അല്ലാഹു അവരെയും ഇഷ്ടപ്പെടും. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, മുഅ്മിനുകളോട് അവർ അങ്ങേറ്റം സൗമ്യത പുലർത്തുന്നവരാണ്, മുഅ്മിനുകളെ ഇഷ്ടപ്പെടുന്നവരാണ് അവര്. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, വിശ്വാസികളുടെ മേൽ പ്രതാപമുള്ളവരുമാണ് അവര്. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരാണ് അവര്. വലാ യഖാഫൂന ലൗമത ലായിം, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അടരാടുമ്പോൾ ആക്ഷേപിക്കാൻ വരുന്ന ആക്ഷേപകരുടെ ഒരാക്ഷേപത്തെയും ഭയപ്പെടാതെ അല്ലാഹുവിനെ മാത്രം മുന്നിൽ കണ്ട് പടപൊരുതുന്നവരാണ് അവര്. ദാലിക ഫദ്ലുല്ലാഹി യുഅതീഹി മൻ യശാ, അത് അല്ലാഹുവിന്റെ ഫദ്ലാണ്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അവരുദ്ദേശിക്കുന്നവർക്ക് റബ്ബ് നൽകുന്നതാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം വായിച്ചു നോക്കൂ. ആരാണവർ? ലോകത്തുള്ള സർവ്വവിശ്വാസി സമൂഹവും ഇട്ടുപോയാലും അല്ലാഹുവിന്റെ ദീൻ ഇട്ടുപോകാതെ അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് രംഗത്ത് വരുന്നവർ, അല്ലാഹുവിന്റെ സ്നേഹം പിടിച്ചു പറ്റിയവർ, ആക്ഷേപകന്റെ ആക്ഷേപത്തെ പേടിക്കാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അടരാടുന്നവർ ആരാണെന്ന് വിശദീകരിച്ചപ്പോ ഉലമാ വിശദീകരിച്ച് പഠിപ്പിച്ചു. നാസും മിൻ അഹ്ലി യമൻ, നാസും മിൻ അഹ്ലി യമൻ, യമനിൽ ചില മനുഷ്യരെ അല്ലാഹു ബാക്കിയാക്കിയിട്ടുണ്ട്. യമനിൽ ചില മനുഷ്യരെ അല്ലാഹു ബാക്കിയാക്കിയിട്ടുണ്ട്. അവരായിരിക്കും അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗോത്രങ്ങളുടെ, ആ അറബി യമനിലുള്ള ഗോത്രങ്ങളുടെ ആ പേരുകളടക്കം പ്രവാചകൻ എടുത്തു പറഞ്ഞു. സുമ്മ മിൻ ഖിന്ദ സുമ്മ മിൻ അസ്സകൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അറബി ഗോത്രങ്ങളുടെ പേരടക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയാണ്. ആ നാടിനെയാണ് നമ്മൾ പഴിക്കുന്നത്, ആ നാട്ടുകാരെയാണ് നമ്മൾ പഴിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഒരു മൂലയുടെ പേര് റുക്നുൽ യമാനി എന്നാണ്. നമുക്കറിയാം റുക്നുൽ യമാനി കഅബാലയത്തിന്റെ ഒരു മൂലയുടെ പേരാണ്. ആ റുക്നുൽ യമാനി എന്ന് പറഞ്ഞാൽ യമനിന്റെ മൂല എന്നാണ് അതിന്റെ അർത്ഥം. അതിന് തൊട്ടു മുമ്പുള്ള മൂലയുണ്ട് റുക്നുൽ ശാമി, ശാം മൂല എന്ന പേരറിയപ്പെടുന്ന മൂല, അഥവാ വിശുദ്ധ കഅബാലയത്തിന്റെ ഇടതുഭാഗത്താണ് ശാം. അതുകൊണ്ട് ആ ശാം എന്ന പേര് അതിന് വന്നത്. നമ്മൾ ഖുർആനിൽ പാരായണം ചെയ്യാറുണ്ടല്ലോ, അസ്ഹാബുൽ മശ്അമ, അസ്ഹാബുൽ മശ്അമ, ഇടത് എന്നാണ് മശ്അമ എന്ന് പറഞ്ഞാൽ. ശാം എന്ന വാക്ക് അതിൽ നിന്നുണ്ടായതാണ്. കഅബാലയത്തിന്റെ ഇടതുഭാഗത്തുള്ളവർ ശാം, കഅബാലയത്തിന്റെ വലത് യമീൻ, വലതുഭാഗത്തുള്ളവർ. അങ്ങനെയാണ് യമൻ എന്ന പേര് അതിന് സിദ്ധമാകുന്നത്. യമൻ എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അശാറ ബിയദിഹി ഇലൽ യമൻ, യമനിലേക്ക് പ്രവാചകൻ കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമായിരുന്നു എന്നാണ്. യമനിലേക്ക് പ്രവാചകൻ ഇങ്ങനെ കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും എന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ ഒരു ദുആ നടത്തുകയാണ് പ്രവാചക ജീവിതത്തിൽ. എന്താണ് പ്രവാചകന്റെ ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇനാ വ മുദ്ദിനാ, അല്ലാഹുവേ ഞങ്ങളുടെ അളവ് പാത്രങ്ങൾക്ക് നീ ബർക്കത്ത് തരണേ,
ഞങ്ങളുടെ മുദ്ദിനും സാഇനും നീ ബർക്കത്ത് തരണേ. വബാരിക്നാ ഫീ ശാമിനാ വയമനിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ശാമിനും യമനിനും നീ ബർക്കത്ത് നൽകണേ. ആരാ ദുആ ചെയ്യുന്നത്? ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ശാമിനും ഞങ്ങളുടെ യമനിനും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അപ്പോൾ ഒരാൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അയാൾ കിഴക്കനാണ്, മശ്രിക്കിന്റെ ആളാണ്, ഇറാഖ് ഭാഗത്തുള്ള ഇറാൻ ഭാഗത്തുള്ള ആളാണ്. അദ്ദേഹം പറയാണ് പ്രവാചകനോട്, യാ നബിയല്ലാഹ് വഫീ മശ്രിഖിനാ, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളുടെ മശ്രിഖ് അഥവാ ഇറാഖ് ഇറാൻ അടങ്ങുന്ന ഭാഗത്തിനും ബർക്കത്ത് നൽകാൻ അങ്ങ് ദുആ ചെയ്യണേ എന്ന് 3 തവണ പ്രവാചകനോട് ആവശ്യപ്പെട്ടപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ആവർത്തിച്ചു കൊണ്ടിരുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ശാമിനും അതുപോലെ യമനിനും ബർക്കത്ത് നൽകണേ എന്ന് 3 തവണയും പ്രവാചകൻ ആവർത്തിച്ചപ്പോ അതെ ഈ മനുഷ്യൻ വീണ്ടും പ്രവാചകനോട് പറയാണ്, നബിയേ വഫീ മശ്രിഖിനാ, ഞങ്ങളുടെ മശ്രിഖിന് അഥവാ കിഴക്കൻ ഭാഗത്തിന് ഇറാഖ് ഇറാൻ അടങ്ങുന്ന ഭാഗത്തിന് വേണ്ടി കൂടി അങ്ങ് ദുആ ചെയ്യണേ ബർക്കത്തിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന ബിഹാ ഖർന ശൈത്താനി വതുഹയ്യിജുൽ ഫിതൻ, അവിടെ നിന്നാണ് പിശാചിന്റെ കൊമ്പ് മുളക്കാനുള്ളത്, സർവ്വ ഫിത്നകളും സർവ്വ കുഴപ്പങ്ങളും വരാനുള്ളത് ആ ഭാഗത്ത് നിന്നാണ്. യമനിനും ശാമിനും പ്രത്യേകം ദുആ ചെയ്തു പ്രവാചകൻ. എന്നാൽ മശ്രിക്കിന്റെ ഭാഗത്തെപ്പോ പ്രവാചകൻ പറഞ്ഞു, അവിടെ നിന്നാണ് ലോകാവസാനം വരെയുള്ള ഫിത്നകൾ, കുഴപ്പങ്ങൾ, സലാസിലുകൾ വരാനുള്ളത് എന്ന് പറഞ്ഞ ആ മനുഷ്യനെ തടയുകയാണ്. ആ നിലക്ക് പ്രവാചകന്റെ അനുഗ്രഹങ്ങൾക്ക്, പ്രവാചകന്റെ ബർക്കത്തിന്റെ ദുആക്ക് വിധേയമായ ഒരു നാടാണ് യമൻ. അവിടെയാണ് ഒരു കൊലയാളിയുടെ പേര് പറഞ്ഞ്, അതും നിഷ്ഠൂരമായ കൊല നടത്തിയ ഒരു കൊടും ക്രിമിനലിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ നാടിനെ പഴിക്കുകയാണ്, നമ്മളെ ആക്ഷേപിക്കുകയാണ്. അത് ട്രൈബുകളുടെ നാടാണ്. നമ്മൾ വലിയ കേമന്മാരും, നമ്മളൊക്കെ വലിയ കേമന്മാര്, നമ്മളൊക്കെ വളർന്ന ഉയർന്ന ബുദ്ധിജീവികൾ, വലിയ ടെക്നോളജിയുടെ ആളുകൾ. യമനിലേക്ക് നോക്കുമ്പോൾ അവിടെ ബിൽഡിങ്ങുകളില്ല, ഫ്ലാറ്റുകളില്ല, എയർപോർട്ടുകൾ, വലിയ വമ്പൻ എയർപോർട്ടുകൾ കാണാനില്ല, ടെക്നോളജികൾ കാണാനില്ല. അതുകൊണ്ട് നമ്മളൊക്കെ കേമന്മാരായി, പാശ്ചാത്യൻ കേമനായി, മറ്റു നാട്ടുകാർ കേമനായി. യമനൊരു വൈകൃതം നിറഞ്ഞ പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത നാട്. എന്നാൽ അതിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുകൾ ഒളിപ്പിച്ചു വെച്ചു, അനുഗ്രഹങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. മാത്രമല്ല അവിടെ നിന്ന് വന്ന കേസ് എന്താണ്, പ്രശ്നം എന്താണ്? അവിടെ ഒരു വിധി നടപ്പാക്കുകയാണ്. എന്താ വിധി? വധശിക്ഷ. ആർക്കാ വധശിക്ഷ? നാടനാണോ? അല്ല, നേരെ മറിച്ച് ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ 110 ഘട്ടങ്ങളാക്കി കൊത്തി നുറുക്കിയെന്ന് മാത്രമല്ല, അതിലും വലിയ ക്രൂരത, മനുഷ്യർ കുടിക്കുന്ന വെള്ളം, ആ വെള്ളത്തിൽ കൊണ്ടുപോയി അത് മുക്കിവെച്ച് നിരപരാധികളായ മനുഷ്യർ അതിന്റെ എല്ലാ പ്രയാസവും അനുഭവിച്ച് അവസാനം ഈ കൊടും ക്രിമിനൽ ചെയ്ത കുറ്റം കൊണ്ട് ആ കൂട്ടുകുടുംബത്തിന് കിട്ടിയതൊരു മയ്യത്ത്. നിസ്കരിക്കാനൊരു മയ്യത്തോരില്ല കുടുംബത്തിന്. മനസ്സിലാക്കണം, അവർക്ക് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. ഒരു മയ്യത്ത് പോലും കൊടുക്കാത്ത രൂപത്തിൽ വികൃതമായി കൊല ചെയ്ത ഒരു കൊടും ക്രിമിനലായ വ്യക്തിക്ക് വേണ്ടി വാദിക്കുകയാണ്, സംസാരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഗോവിന്ദചാമി കെട്ടുതൂക്കണമെന്ന് പറയാണ്. രണ്ടും ഒരേ ജനതയാണ് എന്ന് മാത്രമല്ല, ഇസ്ലാമിക നിയമങ്ങൾ പ്രാകൃതമായി അവതരിപ്പിക്കുകയാണ്. മനസ്സിലാക്കണം, ഇസ്ലാം മനുഷ്യ ജീവന് നൽകിയ വില ചെറുതല്ല. ഖുർആൻ ഒറ്റ വാചകം മതി. സൂറത്ത് മാഇദയിൽ എന്തല്ലേ പറഞ്ഞത്? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. ഒരു മനുഷ്യൻ കൊലപാതകിയായാൽ അവന്റെ മനസ്സിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്, പ്രവാചക വചനങ്ങളുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ അതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള്. ന്യായപ്രകാരമല്ലാതെ, അഥവാ ഒരു ജഡ്ജ്മെന്റിന് വേണ്ടിയല്ലാതെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാന്യമായ നിലക്ക് ഔദ്യോഗികമായി അനുവദിക്കപ്പെട്ട നിലയിലല്ലാതെ അന്യായമായോ കുഴപ്പമുദ്ദേശിച്ചോ ഒരാൾ ഒരുത്തനെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. തിരിച്ചും പറഞ്ഞു ഖുർആൻ, ഒരാൾക്ക് ജീവൻ കൊടുത്താലോ. അപ്പൊ നമുക്കറിയാം, ഇസ്ലാമിക ലോകം കഴിഞ്ഞ നൂറ്റാണ്ടിൽ നേരിട്ട വലിയൊരു ചോദ്യമുണ്ട്, നമുക്ക് അവയവദാനം ചെയ്യാൻ പറ്റുമോ?
വിക്കലല്ല, കിറ്റ് വിക്കലല്ല, രക്തം വിക്കലല്ല. രക്തദാനം, അവയവദാനം സദഖ എന്ന നിലക്ക് നൽകാൻ പറ്റുമോ? ഒരാൾക്ക് കേടില്ലാത്ത രൂപത്തിൽ വേറൊരാൾക്ക് അവരുടെ അവയവം ദാനം ചെയ്യാൻ പറ്റുമോ എന്ന ചർച്ച വന്നപ്പോൾ, ഫിഖ്ഹി മസ്അല, അതിന് ഉത്തരം കണ്ടെത്തേണ്ടി വന്നപ്പോൾ പണ്ഡിത ലോകത്തുള്ള വ്യത്യസ്ത ഇടങ്ങളിലുള്ള പണ്ഡിതന്മാർ കൂടിയിരുന്നു കൊണ്ട് ആ അവയവദാനം പറ്റും എന്നതിന് ഹുക്കുമ കണ്ടെത്താൻ ഇസ്തിംബാത്ത് ചെയ്ത വിശുദ്ധ ഖുർആനിലെ വചനമാണത്. സൂറത്ത് മാഇദയിലെ ആയത്ത്. ആ വിധി ഇസ്തിംബാത്ത് ചെയ്തത് ഈ ആയത്തിൽ നിന്നാണ്. ഏതാണ് ആയത്ത്? അതേ, വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമിഅ. ഒരാൾക്ക് ജീവൻ കൊടുത്താൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും ജീവിപ്പിച്ചവനെ പോലെയാണ്. ഇത് ഖുർആൻ പറഞ്ഞു. അപ്പൊ ഒരാളെ കൊല്ലാൻ പാടില്ല. അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഇല്ല. ഞാൻ മുസ്ലിമാണ്, ഒരു അമുസ്ലിമിനെ കൊല്ല, അങ്ങനെയല്ല. പ്രവാചകൻ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരോട് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ? മൻ ഖതല മുആഹദൻ ലം യരിഹ റായിഹത്തൽ ജന്ന. ഏതെങ്കിലും ഒരാള് നമ്മുടെ രാജ്യത്ത് അമുസ്ലിമായ രൂപത്തിൽ ഉടമ്പടിയിൽ ജീവിക്കുന്ന, അഹദിൽ ജീവിക്കുന്ന അന്യമതസ്ഥനായ ഒരുത്തനെ കൊന്നാൽ അവന് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയില്ല. 40 കൊല്ലത്തെ വഴിദൂരത്തേക്ക് 40 വർഷത്തെ വഴിദൂരത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും, അതിന്റെ സുഗന്ധം പോലും ഒരു മുആഹദായ അന്യമതസ്ഥനായ ഒരുത്തനെ കൊന്നാൽ ആ കൊലയാളിക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂൽ പറയാൻ. മുസ്ലിമിനെ കൊല്ലുന്ന മാത്രമല്ല, അമുസ്ലിമായ ഒരാളെ കൊന്നാൽ, ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കും അമുസ്ലിമായ ഒരാളെ കൊന്നാൽ, ഞാൻ ആ മുസ്ലിമിനെയല്ലേ കൊന്നതെന്ന് പറഞ്ഞാൽ കോടതി വിടൂല. പ്രവാചകൻ പറയാൻ, അങ്ങനെ അഹദിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ ഒരുത്തൻ കൊന്നാൽ അതെ, അവന് സ്വർഗത്തിന്റെ മണം പോലും ലഭിക്കില്ല. സ്വർഗത്തിന്റെ സുഗന്ധമാകട്ടെ 40 കൊല്ലം വഴിദൂരം അടിച്ചു വീഴ്ചുന്നതാണ്. ഇതാണ് ദീനിന്റെ കൺസെപ്റ്റ്. ഇനി ആരെങ്കിലും കൊന്നാലോ, മനഃപൂർവ്വം കൊന്നാലോ വിടാൻ പാടില്ലെന്ന് പറഞ്ഞു. കോടതി പിടിച്ചു വിചാരണ ചെയ്യണം, ശിക്ഷിക്കണം. ആ ശിക്ഷ എങ്ങനെ നടപ്പാക്കേണ്ടത്? ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. കൊല ചെയ്താൽ ഖിസാസുണ്ട്. കൊല ചെയ്താൽ കോടതിയിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി കൊലക്കുറ്റം കൃത്യമായി തെളിയിച്ച് ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ കുടുംബാദികൾ അവന് ദിയ പ്രഖ്യാപിച്ച് വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ, മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ജഡ്ജി വിധിക്കേണ്ടത് വധശിക്ഷയാണ്. ദീൻ വളരെ കൃത്യമായി പറഞ്ഞു, ഖിസാസ് അത് കൃത്യമാണ്. അന്നഫ്സു ബിന്നഫ്സ്, അന്നഫ്സു ബിന്നഫ്സ്. ഒരുത്തനെ കൊന്നാൽ കൊന്നവനെ കൊല്ലണം. ആര്? ജഡ്ജി. വധശിക്ഷ കൊടുക്കണം. അവിടെ വേണമെങ്കിൽ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് അവർക്ക് വേണമെങ്കിൽ വിട്ടുകൊടുക്കാം, ദിയ വാങ്ങി വിട്ടുകൊടുക്കാം, മാപ്പ് കൊടുക്കാം. അങ്ങനെ ലോകത്ത് ഒരുപാട് ചരിത്രമുണ്ട്. പക്ഷെ ആ കുടുംബം വിട്ടുകൊടുത്തിട്ടില്ലെങ്കിലോ ജഡ്ജിക്ക് മറ്റൊരു തീരുമാനം എടുക്കാൻ അവകാശമില്ല. നേരെ മറിച്ച് വധശിക്ഷ അതിങ്ങനെ കൊതിച്ചും ആഗ്രഹിച്ചും പറയലല്ല. നേരെ മറിച്ച് ആരാണെങ്കിലും അത് നടപ്പാക്കണം. സ്വാഭാവികമായി ചോദ്യം ഉണ്ടായി. എന്താ ചോദ്യം? എന്തിനാ വധശിക്ഷ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഖുർആൻ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. എന്താണ്? എന്തിനാ വധശിക്ഷ എന്നോ? ഗോവിന്ദ ചാവിമാര് ചമഞ്ഞു നടക്കാതിരിക്കാൻ, അക്രമികൾ നാട്ടിൽ വിലസാതിരിക്കാൻ, മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ, നാട്ടിലെ മക്കൾക്കും കുടുംബാദികൾക്കും നമ്മുടെ വീട്ടിലെ പെൺമക്കൾക്കും നമ്മുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും സ്വർഗീയമായി ജീവിതം നയിക്കാൻ, സുന്ദരമായി ഇറങ്ങി നടക്കാൻ. അതിനാണ് അതാ ഖുർആൻ പറഞ്ഞത്, വലക്കും ഫിൽ ഖിസാസി ഹയാതു യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. സയൻസ് പഠിച്ച, ടെക്നോളജി പഠിച്ച, തിസീസുകൾ എടുത്ത് വലിയ ഡോക്ടറേറ്റുകൾ എടുത്ത് നടക്കുന്ന മനുഷ്യർക്ക് പടച്ചവൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ് ഖിസാസ് എന്നോ? നിങ്ങൾക്ക് ജീവിക്കണോ? ഹയാത്ത് വേണോ? ഖിസാസ് എടുത്തേ പറ്റൂ. ഹയാത്ത് വേണോ? ഖിസാസ് എടുത്തേ പറ്റൂ. ഖിസാസ് ഉണ്ടായേ പറ്റൂ. നീതിപീഠം ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഈ ആയത്ത് അത്ഭുതമാണ്. കാരണം വെച്ചാൽ ഖിസാസ് എന്ന് പറഞ്ഞാൽ കൊന്നവരെ കൊല്ലലാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞു ഖിസാസിൽ ഹയാത്തുണ്ട്, ഖിസാസിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട്. ഇത് വളരെ സുന്ദരമായി പണ്ഡിത ലോകം വിശദീകരിക്കുന്നത് കാണാം. എന്താണത്? മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം, ജഅലല്ലാഹുൽ ഖിസാസ ഹയാത്ത്, ജഅലല്ലാഹുൽ ഖിസാസ ഹയാതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസാസിനെ ജീവനായിക്കൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. കാര്യം എന്താ? ഫകം മിർ റജുലിൻ യുരീദു അൻ യഖ്തുൽ. പല ആളുകളും വേറൊരാളെ കൊല്ലണമെന്ന് കൊതിക്കും, അല്ലെങ്കിൽ അയാളെ കൊന്നാൽ എന്താന്ന് ചിന്തിക്കും. ഞാനൊരുത്തനെ കൊന്നാൽ ഞാനും വധിക്കപ്പെടുമല്ലോ എന്ന് ഓർക്കുമ്പോ അവൻ അത് ചെയ്യൂല. രണ്ടുപേരെ രക്ഷപ്പെട്ടത്. കൊല്ലാൻ തീരുമാനിച്ചവനും രക്ഷപ്പെട്ടു, ഇവനാൽ കൊല്ലപ്പെടുന്നവനും രക്ഷപ്പെട്ടു. രണ്ടുപേർക്കും ജീവൻ കിട്ടും. കൊലയാളിക്കും ജീവിതം,
കൊല്ലാൻ ഇവൻ ഉദ്ദേശിച്ചവനും ജീവിതം. ഇനി അതിൽ കൊന്നാലോ, കൊന്നു കഴിഞ്ഞാൽ ഇവന്റെ മേൽ ശിക്ഷ വരും. ആ ശിക്ഷ ചെറുതായിരിക്കില്ല. ഞാനൊരുത്തരെ കൊന്നാൽ എന്നെയും കൊല്ലപ്പെടും, ഞാനും കൊല്ലപ്പെടും എന്ന് മനസ്സിലാക്കി കഴിയുന്നതോടെ ഞാനത് ചെയ്യുന്നില്ല. രണ്ടുപേരും അതിക്ക് മരണപ്പെടുമെങ്കിൽ ഞാനതിനത് ചെയ്യണം. അതുകൊണ്ട് ആ നേട്ടം ഒന്ന് ചിന്തിക്കും. അപ്പൊ കൊലയാളി മാറി നിൽക്കും, കൊലപാതകം ഇല്ലാതാകും സമൂഹത്തിൽ. അപ്പൊ രണ്ടുപേർക്കും ജീവിക്കാം. കൊലയാളി അത് ആഗ്രഹിക്കുന്ന, കൊലപാതകം ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ കൊല്ലപ്പെടാൻ എഴുതപ്പെട്ടവരും അവനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ജീവിക്കുവാൻ കഴിയുന്ന രൂപത്തിലെ സിസ്റ്റമാണത്. അത് കൃത്യമായി സമൂഹത്തിൽ നടപ്പാക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിയിൽ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ സമൂഹം, ആ സമൂഹത്തിന്റെ സ്വസ്ഥമായ നിലനിൽപ്പിനും അത് ആവശ്യമാണ്. അത് പ്രാകൃതമല്ല, നേരെ മറിച്ച് അതിനാധുനികമാണ്. മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തിന് അത് ആവശ്യമാണ്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ അവിടെ മനസ്സിലാക്കണം. ഇപ്പൊ നമുക്കറിയാം ഈ നിമിഷയുടെ കോടതി വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ നന്മ മരങ്ങൾ ഇങ്ങനെ വിലസുകയാണ്. നന്മ മരങ്ങൾ, കാരണം വെച്ചാൽ നിമിഷയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതാ സ്വാധീനം ചെലുത്താനുള്ള നന്മ മരങ്ങൾ കോട്ടിട്ടവരും ലോഹയിട്ടവരും അതുപോലെ തന്നെ തലപ്പാവ് കെട്ടിയ മുസ്ലിയാക്കന്മാരും എല്ലാവരും നന്മ മരങ്ങളായിട്ട് ഇറങ്ങിടക്കുകയാണ്. എന്നിട്ട് നിമിഷക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നു, ഇതാ ഇടപെടുന്നു, സർക്കാരിനോടൊപ്പം ചേർന്ന് ഇടപെടുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകൾ വലിയ സേവനം ചെയ്യുന്നതായിട്ടാണ് നമ്മളൊക്കെ ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ നിന്ദിക്കുന്ന കൗമാണിത്. ദീൻ അങ്ങനെ ഏർപ്പാടില്ല കേട്ടോ, ദീൻ അങ്ങനെ ഏർപ്പാടേ ഇല്ല. ഒരു കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏത് ലോഹയിട്ടവനാണെങ്കിലും ഏത് തലപ്പാവ് ധരിച്ചവനാണെങ്കിലും പിന്നെ റെക്കമെൻഡുമായി പോകാൻ പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകന്റെ കോടതി ഒരു വിധി പറഞ്ഞു. മഖ്സൂമിയ ഗോത്രത്തിൽ ഒരു പെണ്ണ് മോഷ്ടിച്ചു. മഖ്സൂമിയ ഗോത്രത്തിൽ ഒരു പെണ്ണ് മോഷ്ടിച്ചു. മഖ്സൂമി എന്ന് പറഞ്ഞാൽ ഖുറൈശി തറവാട്ടിൽ അറിയപ്പെട്ട ഒരു ഗോത്രമാണ്. ആ ഖുറൈശികളിൽ അറിയപ്പെട്ട ഗോത്രത്തിലെ മഖ്സൂമിയയിലെ ഒരു പെണ്ണ് മോഷ്ടിച്ചപ്പോ ദീനിന്റെ വിധി വന്നു, അവിടെ കൈവെട്ടണം. ദീനിന്റെ വിധി ഇസ്ലാമിക കോടതി വിധിച്ചു. അന്നത്തെ ഖുറൈശി പ്രമുഖന്മാർ അവർക്കാകെ അപമാനമായി. അവർ കൂടി ആലോചിച്ചു, ആരാണ് റസൂലുള്ളാഹിയോടൊന്ന് ശുപാർശ പറഞ്ഞിട്ട് പ്രവാചകന്റെ അടുക്കലും സ്വാധീനം ചെലുത്തിയിട്ട് ഈ വിധിയിലൊന്ന് മാറ്റം വരുത്താൻ ആർക്കാ കഴിയാ? അവരാലോചിച്ചപ്പോ പറഞ്ഞു, പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട സെയ്ദ്, ആ സെയ്ദിന്റെ മക്കൾ പ്രവാചകൻ അതിനേക്കാൾ പ്രിയപ്പെട്ട ഉസാമ എന്ന മകൻ, ആ ഉസാമ പറഞ്ഞാൽ പ്രവാചകൻ അനുസരിക്കാതിരിക്കില്ല, അതുകൊണ്ട് ഉസാമയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാമെന്ന് അവർ തീരുമാനമെടുത്ത് ഉസാമയെ പറഞ്ഞു വിട്ടു പ്രവാചകന്റെ അടുക്കിലേക്ക്. ഉസാമത്ത് ഇബ്നു സെയ്ദ് എന്ന പ്രവാചകൻ നെഞ്ചോട് ഇടുക്കി പിടിച്ച് ദുആ ചെയ്ത പൊന്നുമോൻ ചെന്നിട്ട് പ്രവാചകനോട് ഇങ്ങനെ ആവശ്യപ്പെടുക, നാട്ടുകാർക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്, ഖുറൈശികൾക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്, അവര് പറയുന്നത് വേണ്ടെന്ന് ഇളവ് കൊടുക്കുമെന്നാ ചോദിക്കുന്നത്, ഈ ജഡ്ജ്മെന്റിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുമെന്നാ ചോദിക്കുന്നത് എന്ന് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചെന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മുഖം ചുമന്നു, പ്രവാചകന്റെ കണ്ണ് ചുമന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നു നിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് ഉസാമയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലാഹു വിധിച്ച വിധിയിൽ റെക്കമെൻഡ് പറയാൻ വന്നോ നീ? അല്ലാഹു വിധിച്ച വിധിയിൽ, റബ്ബിന്റെ വിധിയിൽ റെക്കമെൻഡ് പറയുന്നുവോ? എന്നിട്ട് പ്രവാചകൻ എഴുന്നേറ്റ് ആളുകൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നമ അഹ്ലകല്ലദീന ഖബലകും, നിങ്ങളുടെ മുൻഗാമികൾ തൊലഞ്ഞു പോയത് ഈ ഒരു സ്വഭാവം കൊണ്ടാണ്. അന്നഹും കാനു ഇദാ സറഖ ഫീഹിം ശരീഫു തറഖൂഹു, അവിടെ ഏതെങ്കിലും വേണ്ടപ്പെട്ടവൻ ഒരു വിവിഐപി ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്ത് ആളിറങ്ങി, ആൾക്കൂട്ടത്തെ ഇറക്കി, മാസ് ടെക്നോളജി ഇറക്കി അവിടെ സ്വാധീനം ചെലുത്തി കോടതി വിധിയിൽ മാറ്റം വരുത്തുമായിരുന്നു. ആ വിധിയിൽ അവർ തിരുത്തൽ വരുത്തുമായിരുന്നു. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു നേരത്തെ ആഹാരം അത് കഴിക്കാനില്ലാതെ വിശന്നൊട്ടിയ വയറുമായി 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ ഏതെങ്കിലും ഒരു കടയിൽ കയറിയിട്ട് ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി കട്ടാൽ അതിന്റെ പേരിൽ അവർ ഹദ്ദെടുക്കുമായിരുന്നു, കൊന്നുകളയുമായിരുന്നു. ആ പാവപ്പെട്ടവന്റെ മേൽ ശിക്ഷ നടപ്പാക്കുമായിരുന്നു. മേലിൽ ഈ വർത്തമാനം പറഞ്ഞ് എന്റെ അടുക്കൽ വന്നു പോകരുത്. എന്റെ കരളിന്റെ കഷ്ടമാണ് എന്റെ ഫാത്തിമ, എന്റെ പുന്നാരമകൾ ഫാത്തിമ, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണവൾ. ലൗ അന്ന ഫാത്തിമത ബിന്ത മുഹമ്മദ്, മുഹമ്മദിന്റെ പൊന്നുമോൾ ഫാത്തിമ കെട്ടാലും മുഹമ്മദിന്റെ മകൾ എന്ന പരിഗണന എന്റെ മോൾക്ക് ഞാൻ കൊടുക്കൂല, അവരുടെ കൈ ഞാൻ വെട്ടിമാറ്റുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ദീൻ, ഇതാണ് ദീൻ, ഇതാണ് ദീൻ. അതുകൊണ്ട് ഏതെങ്കിലും ലോഹയിട്ട ആളുകളും തലപ്പാവുധാരികളും നന്മമരം അനുഭവിച്ച് അള്ളാഹുവിന്റെ വിധിക്കെതിരെ ശുപാർശ പറയാൻ വന്നുവെങ്കിൽ അവർ ദീനിന്റെ ശത്രുക്കളാണ്, അവർ അള്ളാഹുവിന്റെ എതിരാളികളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ ഹാലത് ശഫാഅതുഹു ദൂന ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ് ഫഖദ് ളാദ്ദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിക്കെതിരെ ശുപാർശക്കത്തുമായി ആരെങ്കിലും വരുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ എതിരാളിയാണ്.
അവൻ അല്ലാഹുവിന്റെ എതിരാളിയാണ്, അവൻ അല്ലാഹുവിന്റെ എതിരാളിയാണെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മൾ അറിയാതെ ഈ പെരുമാറ്റം കണ്ട് ഈ പറയുന്ന പത്രങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ ദീപടിക്കുന്നത്, പത്രങ്ങളിലൂടെ ദീപടിക്കുന്നത്, മീഡിയകളിലൂടെ ദീപടിക്കുന്നത്, അങ്കച്ച ചർച്ചയിൽ നടക്കുന്ന ഈ ദീനറിയാത്ത മനുഷ്യരുടെ പൊട്ടത്തരങ്ങളിലൂടെയാണ് ദീൻ മനസ്സിലാക്കി പോകുന്നത്. ഒരു മനുഷ്യനും അല്ലാഹുവിന്റെ ദീനെ തെറ്റിദ്ധരിക്കരുത്. നന്മയല്ലാതെ അല്ലാഹു ഒന്നും കൽപ്പിച്ചിട്ടില്ല, ഖൈറല്ലാതെ അല്ലാഹു ഒന്നും കൽപ്പിച്ചിട്ടില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തത്തഖൂൻ. ഖുർആൻ പറഞ്ഞു, അല്ലാഹു നന്മയും ഇഹ്സാനും നീതിയും മാത്രമേ കൽപ്പിക്കൂ. അല്ലാഹു ഒരു കാര്യം വിരോധിക്കുന്നുവെങ്കിൽ അത് മ്ലേച്ഛമായതും മോശമായതുമേ വിരോധിക്കൂ. അതുകൊണ്ട് യഅദുകും ലഅല്ലകും തദക്കറൂൻ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു പഠിപ്പിച്ചു തരികയാണ്, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഉപദേശമാണിത്, വഅദാണിത്. നിങ്ങൾ ശുക്രുള്ളവരാകാൻ, നന്ദിയുള്ളവരാകാൻ, ചിന്തിക്കുന്നവരാകാൻ വേണ്ടി അല്ലാഹു നൽകുന്ന ഉപദേശമാണെന്ന് റബ്ബ് പറയുമ്പോൾ അതതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ ദീനിനെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. മുസ്ലിമായി ഇസ്ലാമിന്റെ ഇസ്സത്തോടെ ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീൻ വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.